നമസ്കാരം. ഞാൻ പറയാൻ വന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മൾ മീൻ വാങ്ങിച്ച് കഴിക്കുന്നുണ്ടല്ലോ. കടലിൽ നിന്ന് മീൻകാർ കൊണ്ടുവരുന്ന മീൻ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്നു. പക്ഷെ നമ്മൾ ആ മീൻ കഴിക്കുമ്പോൾ ആ മീൻ എങ്ങനെയാണ് നമ്മളെ കയ്യിൽ എത്തുന്നതെന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മൾ ഒരു കാര്യം മാത്രമേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. എന്തിനാണ്? മീൻ കെട്ടതാണോ പച്ചയാണോ എന്ന് മാത്രമേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. പക്ഷേ ആ മീൻ നമ്മളെ കയ്യിൽ എങ്ങനെ എത്തുന്നു എന്ന് നമ്മൾ ആലോചിക്കാറില്ല. മീൻ കിട്ടുമ്പോൾ വില കൂടിപ്പോണെങ്കിൽ നമ്മൾ പറയൂ, എന്തു വില, ഭയങ്കര വിലയായിപ്പോയി മീനിന് എന്നേ നമ്മൾ പറയാറുള്ളൂ. പക്ഷേ ആ മീൻ കടലിൽ പോയി പിടിക്കാൻ പോകുന്നവർ അവരെ ജീവൻ കടലിനെ ഏൽപ്പിച്ചാണ് അവർ ആ കടലിലേക്ക് ഇറങ്ങിപ്പോകുന്ന വള്ളവുമായിട്ട് മീൻ പിടിക്കാൻ പോകുന്നത്. അവർ കരയിലെത്തുമോ എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. ഭാഗ്യം പോലെയാണ്. അവർ പോയിട്ട് വരുമോ എന്ന് ഒരു ഗ്യാരണ്ടി ഇല്ല. വന്നാൽ വന്നു, വീട്ടുകാരുടെ പ്രാർത്ഥന പോലെ ഇരിക്കും. കടലിൽ നിന്ന് മീൻ പിടിച്ചിട്ട് എത്തുമെന്നുള്ളത് അവരവർ ഭാഗ്യം പോലെ ഇരിക്കും. ഒരു ഗ്യാരണ്ടി ഇല്ല അവരുടെ ജീവിതം. ഈ കാറ്റത്തും ഈ കടൽക്ഷോഭം വരുമ്പോഴും അവർക്ക് കടലിൽ പോയാലേ പറ്റൂ. എന്നുവെച്ചാൽ അവർക്ക് അന്നം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ മീൻ പിടിച്ചാലേ അവർക്ക് വേറൊരു തൊഴിൽ അറിയില്ല. അവർ പഠിച്ച തൊഴിൽ അതാണ്. അപ്പോൾ അവർക്ക് അതേ അറിയാവൂ. അപ്പോഴൊന്നും ആ കടലിൽ പോയി മത്സ്യം പിടിച്ചുകൊണ്ട് വന്ന പിന്നെ 100% ഒരു സത്യം പറയാമല്ലോ, ഈ മീൻ പിടിക്കുന്ന പോകുന്നവർക്ക് തുച്ഛമായ പൈസ യഥാർത്ഥത്തെ അവർക്ക് കിട്ടുന്നുള്ളൂ. ഈ കടലിൽ ചെന്ന് മീൻ വള്ളവും കൊണ്ടുപോയി ബോട്ട് കൊണ്ടുപോയി അവർ കടലിൻ്റെ ഉൾക്കടലിൽ പോയി മീൻ പിടിച്ച് കരയെ കൊണ്ടുവരുമ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ തുച്ഛമായ പൈസ അവർക്ക് ആ മീനിൽ കിട്ടുന്നുള്ളൂ. വലിയ ലാഭമൊന്നും പറയാനില്ല. പക്ഷേ ലാഭം അത്രയും ഈ മീൻ ടെൻഡർ പിടിച്ച് ലേലം വിളിച്ച് എടുക്കുന്ന മുതലാളിമാർക്കാണ് ലാഭം. അവരാണ് ലാഭം ഉണ്ടാക്കുന്നത്. അവരിൽ നിന്നും ചെറിയ കച്ചവടക്കാർ വാങ്ങും. അവർക്ക് ലാഭമാണ്, അവരും പൈസ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ കടലിൽ ചെന്ന് കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ട് വരുന്നവർക്ക് അത്ര വലിയ ലാഭമൊന്നും പറയാനില്ല. അങ്ങനെ വലിയ ലാഭത്തിലുള്ള കച്ചവടം ബിസിനസ്സാണ് അവർ കടപ്പുറത്ത് മീൻ പിടിക്കാൻ പോകുന്നവർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരിങ്ങനെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഈ കാറ്റത്തും മഴയത്തും പിന്നെ റോളിംഗ് നിരോധനം വരുമ്പോഴത്തേക്ക് അവർക്ക് മീൻ പിടിക്കാൻ പോവാതെ വരുമ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള കിട്ടണ്ടല്ലേ. അപ്പോൾ അതിൽ നമ്മളെന്തോ ഓർക്കുക, ഒരു കാര്യം ഓർക്കുക, അത്രയ്ക്ക് വലിയ പൈസയൊന്നും അവർ കടലിൽ നിന്ന് കിട്ടുന്നില്ല. കിട്ടുന്നുണ്ട്. അവർ മീൻ പിടിച്ച് കരയെ കൊണ്ടുകൊടുക്കും. വൻകിട മുതലാളിമാർ അതിനെ ലേലം വിളിച്ചെടുത്ത് കൊണ്ടുപോയി വലിയ വലിയ ഹോട്ടലുകളിൽ കൊടുക്കുമ്പം അവർക്ക് നല്ല ലാഭം കിട്ടുന്നുണ്ട്. പക്ഷേ ഇവർക്ക് വലിയ ലാഭം കിട്ടുമൊന്നുമില്ല. തുച്ഛമായ കുറച്ച് പൈസ അവർക്ക് കിട്ടുന്നുള്ളൂ. അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മളെ കയ്യിൽ അവർ ആ മീൻ കൊണ്ട് തരുന്നത്. അപ്പം നമ്മൾ ഒരിക്കലെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഈ മീൻ പിടിക്കാൻ പോകുമ്പോഴത്തേക്ക് അവർ തിരിച്ച് വരുമോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവർ മരിച്ചു ജീവിച്ചിരിപ്പുണ്ടോ നമ്മൾ ചിന്തിക്കുന്നുണ്ടോ? നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. പണ്ടുള്ള പറയും, കൃഷി നമ്മൾ അരി ആഹാരം കഴിക്കുന്നു. ആ അരി ആഹാരം അവരുണ്ടാക്കുന്നത് എത്ര പേരുടെ കഷ്ടപ്പാടിലാണ്. നമുക്കൊരു അരി ആഹാരം എന്ന് പറയുന്നത് നമ്മൾ കടയിൽ നിന്ന് അരി വാങ്ങിച്ച് കഴിക്കുന്ന എത്ര പേര് കഷ്ടപ്പെട്ടാണ്. ഒരാൾ കഷ്ടപ്പെട്ടാൽ മാത്രം മതിയോ? എന്തുമാത്രം പേര് അതിൻ്റെ പുറകിൽ ജോലി ചെയ്തുകൊണ്ടാണ് നമ്മൾ ചെന്ന് അരി വാങ്ങുന്നത്. അന്ന് പറഞ്ഞതുപോലെ അവർ കുറേ മാത്രം കടലിൽ കിടന്നു തിരയിൽ കിടന്ന് മല്ലയുദ്ധം കൂടി അവരെ മരണം ഭയം അവരെ ഉള്ളിൽ കണ്ട് കരയിലെത്തുമോ എന്ന് പോലും അവർ ഭയത്തിൽ നിന്നാണ് നമുക്ക് മത്സ്യം കൊണ്ട് തരുന്നത്. നമ്മൾ ഒരിക്കൽ പോലും അവരെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കാറുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ചേച്ചി കുടപ്പനക്കുന്നിൽ ഒരു ചേച്ചി മീൻ വിൽക്കായിരിക്കും. ഭയങ്കര മഴ, കൊടുങ്കാറ്റ് പോലെ മഴയും കാറ്റും വെള്ളവും ആയാലും അവർ ആ വെള്ളത്തിൽ, ആ വെള്ളത്തിലിരുന്ന് അവർ മീൻ കച്ചവടം ചെയ്യും. കാര്യം എന്ന് വെച്ചാൽ
അത് നാളത്തേക്ക് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് ചീത്തയായി ആരും വാങ്ങത്തില്ല. അപ്പോൾ അവർ അത്രയും കഷ്ടപ്പെട്ട് അതവിടെ നിന്ന് വിറ്റ് തീർന്നാലേ അവർക്ക് തന്നെ ബാക്കിയുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ആൾക്കാർക്ക് അതിനെ നാളെ എന്ന് പറയുന്ന ദിവസം വിൽക്കാമെന്നുള്ള പ്രതീക്ഷ വയ്ക്കാം. പക്ഷേ ഇത് മീനും ചില ആൾക്കാർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ റോഡിൽ വെച്ചുകൊണ്ടിരിക്കുന്നവർ ഫ്രീസറിലല്ലല്ലോ, അവർ കയ്യിൽ വെച്ചുകൊണ്ടല്ലേ വിൽക്കുന്നത്. അതുകൊണ്ട് അവർക്ക് അങ്ങനെ വെക്കാനൊരു സേഫ്റ്റിയായിട്ട് വെക്കാനായിട്ടില്ല, കുറച്ച് ഐസ് വാരി വെക്കാനായിട്ട്. അപ്പോൾ ആ മീൻ തലേ ദിവസം എടുത്താൽ അത് വിൽക്കാൻ പറ്റത്തില്ല, അത് ചീത്തയായി പോവും. അപ്പോൾ അവർക്ക് അത് നഷ്ടവുമാണ്. അതുകൊണ്ട് അത്രയും കഷ്ടപ്പെട്ടാണ് അവരൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും കുറേ പേര് ഈ വെള്ളം ഇപ്പം കടലിൽ ചെന്ന് കടൽക്ഷോഭത്തിൽപ്പെട്ട് ഒരുപാട് പേര് ഉൾക്കടലിലായിപ്പോയി. അപ്പോൾ അവരെ ഒന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഒരു മന്ത്രിയോ ഒരു രാഷ്ട്രീയക്കാരോ ആരും ഇതിൻ്റെ പുറകിൽ ഇറങ്ങി. പിന്നെ പിണറായി സാറ് ഭരിച്ചിരുന്ന സമയത്ത് പിണറായി സാറ് ഒരുപാട് സഹായങ്ങൾ ആൾക്കാർ, ഇപ്പം ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ പറയും ഞാൻ രാഷ്ട്രീയം മുന്നേ പാർട്ടിക്കാരുടെ ആളാണ്, ഞാൻ അങ്ങനെ ഉദ്ദേശമല്ല പറയുന്നത്. ഒരാൾ നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ നല്ലതെന്ന് പറയണം. അവർക്ക് ഒരുപാട് വീടുകളിപ്പം പിണറായി സാറ് വെച്ച് കൊടുത്തു. ഒരുപാട് അവർ നല്ല വീട്ടിൽ കിടക്കാൻ വേണ്ടി ഒരുപാട് നല്ല നല്ല വീടുകൾ അവർക്ക് ഇന്നിപ്പോൾ അവർക്ക് കൊടുത്തു, സഹായമായിട്ട് കൊടുത്തു. അതൊരു വലിയൊരു സഹായമാണ്, വലിയൊരു സഹായമാണ്. പിള്ളേർക്ക് പഠിക്കാനുള്ള ഒരു പൈസകൾ സൈബൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല ഒരു സഹായങ്ങളാണ് പിണറായി സാർ കാഴ്ചവെച്ചത്. അതുപോലെ സതീഷ് സാറേ, മത്സ്യത്തൊഴിലാളികൾ അവർ നമുക്ക് മീൻ കൊണ്ട് തരണോണ്ടാണല്ലോ സാറേ നമ്മളും കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു ആപത്ത് വരുമ്പം സാർ അത് മുന്നിട്ട് നിൽക്കണം കേട്ടോ സാറേ. സാറ് മുന്നിട്ട് നിൽക്കണം, എന്നാൽ മാത്രമേ പറ്റുള്ളൂ, അത് മാത്രമേ പറ്റൂ കേട്ടോ. മത്സ്യത്തൊഴിലാളികളാണ് സാറേ നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ പ്രളയമുണ്ടായി, അവരെ ജീവനെ പണയം വെച്ച് ലക്ഷക്കണക്കിന് ജനങ്ങൾ അവർ രക്ഷപ്പെടുത്തിയവരാണ്. ഒരുപാട് അമ്മമാരെയും ആൾക്കാരെയും കണ്ണീരൊപ്പിയവരാണ് അവർ. അതുകൊണ്ട് അവർക്കൊരു ആപത്ത് വരുമ്പം നമ്മളെ കടമയാണ് അവരെ രക്ഷിക്കുക എന്നുള്ളത്. അവരെ കുടുംബവും വഴിതാരാവല്ലെന്ന് രക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. അതുകൊണ്ട് സാറ് കണ്ണടയ്ക്കല്ലേ സാറേ, ആ പാവങ്ങളെ രക്ഷിക്കണം കേട്ടോ.